അതോരയുടെ രണ്ടാമത്തെ എപ്പിസോഡിന്റെ സെക്കൻഡ് പാർട്ടിലേക്ക് പോകാം. റിയൂണിയന്റെ ഭാഗമായി വേദിയിൽ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്ന ആദിയുടെ അടുത്തേക്ക് വേദാന്ത് വന്ന് നിനാദിന്റെ ശബ്ദത്തിൽ സംസാരിക്കുന്നു. അതിനുശേഷം വേദാന്ത് ബോധം കെട്ടി വീഴുന്നു. ഇതായിരുന്നു നമ്മൾ കഴിഞ്ഞ പാട്ടിൽ കണ്ടിരുന്നത്. വേദാന്തിനെ ഡോക്ടർ പരിശോധിക്കുന്നു. അവന്റെ ടെമ്പറേച്ചർ എല്ലാം നോർമലാണ്. കഴിഞ്ഞ 3 ദിവസത്തിനകം അവൻ 2 പ്രാവശ്യം ബോധം കെട്ടി വീണിട്ടുണ്ട്. കാരണം എന്തെന്ന് പിടികിട്ടുന്നില്ല. അവന് അപസ്മാരമുള്ളതായി മെഡിക്കൽ റെക്കോർഡ്സ് ഒന്നും ഇല്ല. എന്തായിരിക്കും കാരണമെന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല. ചിലപ്പോൾ അവന്റെ സ്ട്രെസ് കൊണ്ടായിരിക്കുമെന്ന് സുപ്രിയ പറയുന്നു. സ്ട്രെസ്സിന് എന്തായിരിക്കും കാരണമെന്ന് ഡോക്ടർ ചോദിക്കുന്നു. ഈ സ്കൂളിന്റെ പുതിയ ചുറ്റുപാടുമായി അവന് പൊരുത്തപ്പെട്ടു പോകാൻ കഴിയാത്തതായിരിക്കുമെന്ന് സുപ്രിയ പറയുന്നു. വേദാന്തിന്റെ അടുത്തേക്ക് പോയ സുപ്രിയ അവന്റെ കയ്യിലുള്ള ആ പാട് കാണുന്നുണ്ട്. അത് ചിലപ്പോൾ ഇങ്ങോട്ട് വേദാന്തിനെ എടുത്തുകൊണ്ട് വന്നപ്പോൾ സംഭവിച്ചതാകുമെന്ന് അവിടുത്തെ അറ്റൻഡർ പറയുന്നു. ഈ സമയം ആദി അവിടെ വരാന്തയിലൂടെ എന്തോ തിരഞ്ഞു നടക്കുകയാണ്. പെട്ടെന്നാണ് അവനെ ആരോ വിളിക്കുന്നതായി അവന് തോന്നുന്നത്. അവന് പിന്നെയും പണ്ടത്തെ ആ ഓർമ്മകൾ വരുന്നു. ആദ്യോട് ആരോ വന്ന് നിനാദിനെ അവിടെ ആരൊക്കെ ചേർന്ന് ഉപദ്രവിക്കുന്നു എന്ന് പറയുന്നു. ആദ്യം ഇത് കേട്ട് ഓടി ചെല്ലുന്നു. അവിടെ കുറച്ചുപേർ ചേർന്ന് നിനാദിനെ വല്ലാതെ ഉപദ്രവിക്കുകയാണ്. നിനാദിന്റെ ആ കോമിക് ബുക്ക് എടുത്ത് സുയാഷ് വായിക്കുന്നുണ്ട്. കൂട്ടത്തിൽ നിനാദിനെ എല്ലാവരും ചേർന്ന് വല്ലാതെ തല്ലുന്നുമുണ്ട്. ആ കോമിക് ബുക്ക് നിനാദ് വരച്ചിട്ടുള്ളതാണ്. സുയാഷ് അതിലെ കഥ മുഴുവനും വായിക്കുന്നുണ്ട്. അവൻ പരിഹാസപൂർവ്വമാണ് അത് വായിക്കുന്നത്. അതിൽ അവനൊരു ഷാഡോ ബോയുടെ കഥയാണ് എഴുതിയിരിക്കുന്നത്. ഒരു സ്കൂളിൽ പഠിക്കുന്ന പാവം ആൺകുട്ടിയുടെ കഥ. അവൻ എല്ലാ ചെകുത്താന്മാരിൽ നിന്നും ഒളിച്ചിരിക്കാറായിരുന്നു പതിവ്. അവനെ രക്ഷിക്കാൻ അവന്റെ ബോയ് ഫ്രണ്ട് വരുന്നത് വരെ. ഇങ്ങനെയെല്ലാമാണ് ആ കോമിക് ബുക്കിൽ ഉണ്ടായിരുന്നത്. ഇതെല്ലാം സുയാഷ് വായിച്ചുകൊണ്ട് അവനെ വല്ലാതെ മർദ്ദിക്കുന്നു. ഈ സമയം ആദ്യം അങ്ങോട്ടേക്ക് ഓടി വരുന്നു. എല്ലാവരെയും അവൻ പിടിച്ചു മാറ്റുന്നുണ്ട്. എന്നിട്ടും സുയാഷ് വായന നിർത്തുന്നില്ല. അവൻ നിനാദിന്റെ ആ കോമിക്കിനെ വല്ലാതെ കളിയാക്കി ചിരിക്കുന്നു. ആദിക്ക് വല്ലാതെ ദേഷ്യം വരുന്നുണ്ട്. അവൻ സുയാഷിന്റെ കയ്യിൽ നിന്ന് ആ കോമിക് ബുക്ക് തട്ടിപ്പറിച്ചു വാങ്ങി നിനാദിന്റെ കയ്യിൽ കൊണ്ടുപോയി കൊടുക്കുന്നു. ആ സമയമാണ് സുയാഷ്, ഞാൻ നിന്റെ കോമിക് ബുക്ക് ഇൻസ്പയർ ആയി നിനക്ക് വേണ്ടി ഒരു കോമിക് വരച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് അവൻ അവന്റെ പോക്കറ്റിൽ നിന്ന് കുറച്ച് കടലാസ് കഷ്ണങ്ങൾ എടുക്കുന്നു. ഞാനത് നിനക്ക് കാണിച്ചു തരാം. പക്ഷെ ഇത് കേട്ട് ആദ്യം അരുതെന്ന് പറയുന്നുണ്ട്. ഇതൊന്നും കേൾക്കാതെ സുയാഷ് എന്റെ കയ്യിലിരിക്കുന്ന പേപ്പർ കഷ്ണങ്ങൾ ഓരോന്നായി നിനാദിന്റെ മുമ്പിലേക്ക് എറിയുന്നു. അതിലവൻ ഹോമോ എന്നാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. നിനാദ് ഒരു ഹോമോസെക്ഷൽ ആണെന്ന് അവർക്കറിയാമെന്ന് അവൻ കാണിക്കുകയാണ്. എനിക്ക് ആ വാക്ക് തന്നെ അറപ്പാണെന്ന് നിനാദ് അവിടുന്ന് പറയുന്നു. അവനാകെ നിസ്സഹായനായി ഇരിക്കുകയാണ്. നീ ഇങ്ങനെ പടം വരച്ചിട്ട് മാത്രം കാര്യമില്ലെന്ന് ആദി പറയുന്നു. നീ തിരിച്ചടിക്കണമെന്നും ആദി അവനെ ഉപദേശിക്കുന്നു. നിന്റെ ഈ ബുക്കിലെ ഷാഡോ ബോയിനെ പോലെ നീയും നെള്ളിൽ നിന്ന് പുറത്തിറങ്ങാൻ ആദി അവനോട് പറയുന്നു. തിരിച്ചടിച്ചിട്ട് എനിക്ക് എന്ത് കിട്ടാനാണെന്ന് നിനാദ് ചോദിക്കുന്നു. അവരെ ഡീൻ ഒന്നും ചെയ്യില്ല, ഒരു താക്കീത് മാത്രമേ കൊടുക്കുള്ളൂ. പക്ഷേ എന്നെ സ്കൂളിൽ നിന്നും പുറത്താക്കുമെന്ന് നിനാദ് പറയുന്നു. തന്നെയുമല്ല, ഞാൻ നിന്നെ പോലെയല്ല, എനിക്ക് പേടിയാകുമെന്നും അവൻ പറയുന്നു. പേടിയൊക്കെ എനിക്കുമുണ്ടെന്ന് ആദി പറയുന്നു. ഈ അമേരിക്കൻ യാത്ര ഇപ്പൊ വേണോന്ന് ഞാൻ ആലോചിക്കുന്നതെന്ന് ആദി പറയുന്നു. ഞാൻ പോയാൽ മുത്തച്ഛൻ ഇവിടെ തനിച്ചാവും. നീ അങ്ങനെയൊന്നും പറയരുതെന്ന് നിനാദ് അവനോട് പറയുന്നു. നിന്റെ ആ സ്കോളർഷിപ്പ് ഫോം ഫില്ല് ചെയ്യാൻ ഞാൻ എത്ര രാത്രി ഉറക്കം വിളിച്ചതാണ്. എനിക്ക് നീയുള്ളതുപോലെ ഇവിടെ മുത്തച്ഛന് ഞാനുണ്ടല്ലോ എന്നും നിനാദ് ആദിയോട് പറയുന്നു. ആദിക്ക് അത് കേട്ടപ്പോൾ സന്തോഷമാവുന്നുണ്ട്. ആദി വീണ്ടും പഴയ ഓർമ്മകളിൽ നിന്ന് തിരിച്ചു വരുന്നു. ഞാൻ നിന്നോട് ക്ഷമിക്കില്ല എന്ന് ആദിയുടെ ചെവിയിൽ നിനാദ് പറയുന്നതായി അവന് തോന്നുന്നുണ്ട്. പെട്ടെന്നാണ് പുറകിൽ നിന്ന് അവനെ ആരോ തട്ടി വിളിക്കുന്നത്. അവൻ പേടിയോടെ തിരിഞ്ഞു നോക്കുന്നു. ആ വന്നയാൾ സുയാഷ് നിന്നെ തിരക്കുന്നുണ്ടെന്ന് ആദിയോട് പറയുന്നു. ആദിയുടെ മുഖഭാവം കണ്ടിട്ട് ആ വന്നയാൾക്ക് അത്ര പന്തി തോന്നുന്നില്ല. ആദി ശരിക്കും വേദാന്തിനെ അന്വേഷിച്ച് നടക്കുകയാണ്. അവൻ പോകുന്ന വഴി സുപ്രിയയെ കാണുന്നു. താൻ വേദാന്തിനെ നോക്കുകയായിരുന്നു എന്ന് ആദി സുപ്രിയയോട് പറയുന്നു. വേദാന്ത് റെസ്റ്റ് എടുക്കുകയാണെന്ന് സുപ്രിയ പറയുന്നു. അവിടെ എന്താണ് ശരിക്കും സംഭവിച്ചതെന്ന് ആദി സുപ്രിയയോട് ചോദിക്കുന്നു. അവൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബോധം കെട്ടി വീഴുന്നുണ്ടെന്ന് സുപ്രിയ പറയുന്നു. പക്ഷേ അവൻ എനിക്ക് മാത്രം അറിയാവുന്ന ഒരു കാര്യം എന്നോട് പറഞ്ഞല്ലോ എന്ന് ആദി പറയുന്നു. ആദിക്ക് വേദാന്തിനെ നേരത്തെ അറിയാമായിരുന്നു എന്ന് സുപ്രിയ ചോദിക്കുന്നു. ഇല്ലെന്ന് അവൻ പറയുന്നു. അങ്ങനെയെങ്കിൽ നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച എന്തെങ്കിലും ഒരു കാര്യമാണോ അവൻ പറഞ്ഞതെന്നും അവൾ ചോദിക്കുന്നു. അവനതിന് കൃത്യമായി ഉത്തരം കൊടുക്കുന്നില്ല. അവൻ പറഞ്ഞ കാര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ട കാര്യമായി വിചാരിച്ചെടുത്തതാകാമെന്ന് സുപ്രിയ ആദിയോട് പറയുന്നു. അതിന് ബാനം എഫക്ട് എന്നാണ് സൈക്കോളജിയിൽ പറയുന്നതെന്ന് അവൾ പറയുന്നു. ഹോറോസ്കോപ്പ് ഒക്കെ അതുപോലെയാണ് വർക്ക് ചെയ്യുന്നത്. ഇന്ന് നിങ്ങൾ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാളെ കാണുമെന്നൊക്കെ അവർ പറയാറില്ലേ, അന്ന് ചിലപ്പോൾ നമുക്ക് കാണുന്നവരൊക്കെ സ്പെഷ്യൽ ആയിരിക്കും. അതുപോലെ വേദാന്ത് പറഞ്ഞ കാര്യത്തിൽ നിന്ന് അങ്ങനെ തോന്നിയതായിരിക്കുമെന്ന് അവൾ പറയുന്നു. അവൾ പറയുന്നത് കേട്ടപ്പോൾ ആദിക്കും അത് ശരിയായിരിക്കുമെന്ന് തോന്നുന്നു. ഇപ്പോ ഞാനൊരു വിഡ്ഢിയായ പോലെ തോന്നുന്നുവല്ലോ എന്ന് ആദ്യം അവളോട് പറയുന്നു. അങ്ങനെയൊന്നുമല്ലെന്ന് പ്രിയ പറയുന്നു. എന്തായാലും നിങ്ങൾ ഡീൻ വ്യാസിന്റെ പ്രേതം വേദാന്തിന്റെ മേത്ത് കയറിയതാണെന്ന് വിശ്വസിച്ചില്ലല്ലോ എന്ന് സുപ്രിയ പറയുന്നു. ഈ സ്കൂളിൽ പൊതുവെ അങ്ങനെയാണ് പറയാറ്. അദ്ദേഹത്തിന് എനിക്ക് നല്ലപോലെ അറിയാമായിരുന്നു എന്ന് അവൻ പറയുന്നു. അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് വലിയ മടിയനായിരുന്നു. എന്തായാലും പ്രേതമായിട്ട് ഇങ്ങനെ കറങ്ങി നടക്കില്ലെന്ന് അവൻ പറഞ്ഞു ചിരിക്കുന്നു. സുപ്രിയയും അത് കേട്ട് ചിരിക്കുന്നുണ്ട്. അടുത്ത സീനിൽ രാത്രിയായിട്ടുണ്ട്. അവിടെ റീയൂണിയന്റെ പാർട്ടി നടക്കുകയാണ്. മാളവികയുടെ അടുത്തേക്ക് ദേവ് വരുന്നു. എന്നിട്ട് ഉച്ചയ്ക്ക് താൻ അങ്ങനെ പറഞ്ഞതിൽ ക്ഷമയും ചോദിക്കുന്നു. അവൾക്ക് പക്ഷേ ആ ദേഷ്യം ഇപ്പോഴുമുണ്ട്. നീയാണ് എനിക്ക് കിട്ടിയതിൽ വെച്ച് ഏറ്റവും വലിയ നേട്ടമെന്നൊക്കെ പറഞ്ഞ് അവളെ മയപ്പെടുത്താൻ നോക്കുന്നുണ്ട്. പക്ഷേ അവൾക്ക് നല്ലപോലെ ദേഷ്യം വരുന്നു. ഞാനൊരു ട്രോഫി വൈഫൊന്നുമല്ലെന്ന് പറഞ്ഞ് അവൾ ഒച്ചയിടുന്നു. അവൾ ദേഷ്യപ്പെട്ട് അവിടുന്ന് പോകുന്നു. ഈ സമയം സുയാഷ് ആദിയുടെ കയ്യിൽ ആ പാട് നോക്കുന്നു. ഇത് നീന്തുമ്പോൾ സംഭവിച്ചതാണെന്ന് അവൻ പറയുന്നു. ഇന്ന് നമുക്ക് ക്ലോക്ക് ടവറിൽ വെച്ച് കൂടാമെന്ന് സുയാഷ് ആദിയോട് പറയുന്നു. പക്ഷെ അത് പൂട്ടിയിരിക്കില്ലേ എന്ന് ആദ്യ ചോദിക്കുന്നു. കുമാരൻ
എന്റെ ഒരു ഫാൻ ആണെന്ന് സുയാഷ് പറയുന്നു. അയാൾ നമുക്കത് തുറന്നു തരും. പക്ഷെ ശരിക്കും സുയാഷ് ഇപ്പോഴൊരു സ്ട്രഗ്ലിംഗ് സ്റ്റേജിലാണ്. അവനിപ്പോൾ അഭിനയിച്ചുകൊണ്ടിരുന്ന സീരിയലിൽ നിന്ന് അവനെ ഒഴിവാക്കിയിരിക്കുകയാണ്. താൻ സിനിമയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനാണ് അതിൽ നിന്ന് വിട്ടതെന്നാണ് സുയാഷ് പറയുന്നത്. പക്ഷെ അവിടെയുള്ള എല്ലാവർക്കും തന്നെ അതൊന്നുമല്ല സത്യമെന്ന് അറിയാം. അവൻ അവരുടെ എല്ലാവരുടെയും കൂടെ അവിടെ വന്നിരിക്കുന്നു. പക്ഷെ ഈ സമയം അവന്റെ ഗേൾഫ്രണ്ട് ഇവിടെ നെറ്റ്വർക്ക് ഇല്ലെന്നും അവൾക്ക് ബോറടിക്കുന്നുവെന്നും നമുക്ക് അകത്തേക്ക് പോകാമെന്നും പറയുന്നു. പക്ഷെ അവന് ഈ പാർട്ടിയിൽ കൂടാനാണ് താല്പര്യം. അവൻ അവളുടെ കൂടെ പോകുന്നില്ല. അവർ രണ്ടുപേരും അതിന്റെ പേരിൽ വഴക്കിടുന്നു. നീ ഇപ്പോൾ എന്റെ കൂടെ അകത്തേക്ക് വന്നില്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് പോകുമെന്ന് അവൾ ഭീഷണിപ്പെടുത്തുന്നു. അവൾ ഇപ്പോൾ വലിയ സ്റ്റാർ ആണെന്നുള്ളൊരു അഹങ്കാരമുണ്ട്. അവളെ കാണാനാണ് എല്ലാവരും വരുന്നത് എന്നുള്ള രീതിയിലൊക്കെയാണ് അവളുടെ സംസാരം. ഇത് സുയാഷിന് ഹേർട്ടായിട്ടുണ്ട്. ഡ്രൈവർ പുറത്തുണ്ട്, നീ പൊക്കോ എന്ന് അവൻ ദേഷ്യത്തോടെ അവളോട് പറയുന്നു. അവൾ ദേഷ്യപ്പെട്ട് അവിടെ എഴുന്നേറ്റ് പോകുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന ദേവ് സുയാഷിനോട് പറയുന്നു, നീ ഇപ്പോൾ വലിയ ഹീറോ കളിക്കുന്നുണ്ടല്ലോ. 2 മിനിറ്റ് കഴിഞ്ഞാൽ അവളെ തിരിച്ചു കൊണ്ടുവരാൻ അവളുടെ പുറകെ കരഞ്ഞോണ്ട് പോകുമല്ലോ എന്നൊക്കെ പറഞ്ഞ് അവൻ കളിയാക്കുന്നു. പക്ഷേ ഓൾറെഡി ഹേർട്ടായി ഇരിക്കുകയാണ് സുയാഷ്. അവൻ തിരിച്ച് ദേവിനെയും പരിഹസിക്കുന്നു. നീയാണല്ലോ പെണ്ണുങ്ങളെ വളയ്ക്കാൻ മിടുക്കുന്നെന്ന് സുയാഷ് ദേവിനോട് പറയുന്നു. കരയുന്ന പെണ്ണുങ്ങളെ പ്രത്യേകിച്ച്. പണ്ട് നീ അങ്ങനെയല്ലേ കരഞ്ഞുകൊണ്ടിരുന്ന മാളവികയെ വളച്ചെടുത്തതെന്ന് അവൻ പറയുന്നു. ഇത് കേട്ടപ്പോൾ ആദ്യം അവനെ നോക്കുന്നു. അന്ന് അവസാനത്തെ ദിവസം നീ അവളുടെ കണ്ണീര് തുടയ്ക്കുന്നത് ഞങ്ങൾ കണ്ടതാണെന്ന് സുയാഷ് പറയുന്നു. അവസാന ദിവസമോ എന്ന് ആദ്യം ചോദിക്കുന്നു. ഇതെല്ലാം ദേവും മാളവികയും ഇരുന്ന് കേൾക്കുന്നുണ്ട്. സുയാഷ് വീണ്ടും പറയുന്നു. അന്ന് ദേവ് മാളവികയുടെ കണ്ണീര് തുടച്ചുകൊണ്ട് പറയുവാണ്, ആദ്യം എന്തൊരു മണ്ടനാണ്, ഡേറ്റിൽ വിളിച്ചിട്ട് മാളവികയെ കാത്തു നിർത്തിയിരിക്കുന്നു. ദേവായിരുന്നെങ്കിൽ അങ്ങനെയൊന്നും ചെയ്യില്ലായിരുന്നുവെന്നും അന്ന് പറഞ്ഞുവെന്ന് സുയാഷ് പറയുന്നു. എന്നിട്ട് പിന്നെ എന്തോ ഉണ്ടായത്, അവൾ അസംബ്ലി ഹാളിലേക്ക് പോയി. എന്നിട്ട് ബാക്കി ആദ്യമാണ് പറഞ്ഞത്, അവൾ ഞാനുമായി ബ്രേക്കപ്പ് ആയി എന്ന് അവൻ പറയുന്നു. അപ്പോൾ അന്ന് ആദ്യ അസംബ്ലി ഹാളിൽ പ്രസംഗിച്ചുകൊണ്ട് നിന്നപ്പോൾ അവൾ ടെൻഷനായി കയറി വന്നത് അവനുമായി ബ്രേക്കപ്പ് ആവാനായിരുന്നു. ഇപ്പൊ തനിക്കെല്ലാം മനസ്സിലായി എന്ന് ആദ്യ പറയുന്നു. ഇതെല്ലാം കേട്ട് മാളവികയുടെ മുഖം മാറുന്നുണ്ട്. നീ നന്നായി കളിച്ചുവെന്ന് ആദി ദേവിനോട് പറയുന്നു. അവനെത്തി കേട്ട് കൂസലില്ലാത്ത പോലെ ഒരു ചേഴ്സ് പറയുന്നു. എന്തായാലും നിന്റെ ഐഡിയയ്ക്ക് ചേഴ്സ് എന്ന് ആദ്യം തിരിച്ചു പറയുന്നു. എന്തായാലും ആ ചേഴ്സിൽ എല്ലാവരും ചിരിക്കുന്നു. പെട്ടെന്ന് എന്തോ ഒരു സൗണ്ട് കേട്ട് എല്ലാവരും തിരിഞ്ഞു നോക്കുന്നു. ആ സമയം തന്നെ ഡിന്നറിനുള്ള ബെല്ലും അടിക്കുന്നു. അവരെല്ലാരും ഡിന്നറിന് പോകാനായി തയ്യാറാകുന്നു. ഈ സമയം സുയാഷ് അവിടുന്ന് എഴുന്നേറ്റ് പോകുന്നു. അവനവന്റെ ഗേൾഫ്രണ്ടിനെ സമാധാനിപ്പിക്കാൻ പോവുമായിരിക്കുമെന്ന് ആദ്യ പറയുന്നു. അവരെല്ലാരും ചിരിക്കുന്നു. നിങ്ങളെല്ലാരും ചിരിച്ചു എന്ന് പറഞ്ഞ് സുയാഷ് അവിടുന്ന് പോകുന്നു. സുയാഷ് റൂമിലെത്തി നാൻസിയെ അന്വേഷിക്കുന്നു. പക്ഷേ അവൾ അവിടെയൊന്നും കാണുന്നില്ല. അവൾ അവനോട് പിണങ്ങി അവിടുന്ന് പോയിരിക്കുന്നു. അവനാകെ ഡിസ്റ്റർബ്ഡ് ആവുന്നു. അടുത്ത സീനിൽ പ്രിൻസിപ്പലും സുപ്രിയയും സംസാരിക്കുകയാണ്. പ്രിൻസിപ്പലും ആകെ ഡിസ്റ്റർബ്ഡ് ആയിട്ടാണ് സുപ്രിയോട് സംസാരിക്കുന്നത്. ഇപ്പോൾ ഇനി ആൾക്കാരെല്ലാം ആ കുട്ടിക്ക് എന്താണ് പറ്റിയതെന്ന് എന്നോട് ചോദിക്കാൻ തുടങ്ങും. ഞാൻ നിന്നോട് റീയൂണിയൻ പരിപാടികളിൽ നിന്നെല്ലാം അവനെ മാറ്റി നിർത്തണമെന്ന് പറഞ്ഞിരുന്നതല്ലേ എന്ന് പ്രിൻസിപ്പൽ അവളോട് ചോദിക്കുന്നു. അവന്റേത് ഒരു പ്രത്യേക മാനസിക അവസ്ഥയാണെന്ന് അവൾ പറയുന്നു. അതെന്താണെന്ന് കണ്ടുപിടിക്കുക അത്ര എളുപ്പമല്ലെന്നും അവൾ പറയുന്നു. അതുകൊണ്ട് തന്നെയല്ലേ താൻ റീയൂണിയൻ പരിപാടികളിൽ നിന്ന് അവനെ മാറ്റി നിർത്തണമെന്ന് പറഞ്ഞതെന്ന് പ്രിൻസിപ്പൽ ചോദിക്കുന്നു. അവനെന്നെ വിശ്വസിക്കണമെന്നും എന്നോട് സംസാരിക്കണമെന്നും എനിക്കുണ്ടായിരുന്നെന്നും അതുകൊണ്ടാണ് ഞാൻ അവനെ മീറ്റിംഗിന് കൊണ്ടുവന്നതെന്നും സുപ്രിയ പറയുന്നു. പക്ഷേ പ്രിൻസിപ്പലിന് ദേഷ്യം വരുന്നു. ഞാൻ ഇതിനെല്ലാം കൃത്യമായി നിർദ്ദേശങ്ങൾ തന്നിരുന്നില്ലേ എന്ന് പ്രിൻസിപ്പൽ ചോദിക്കുന്നു. ഇതിപ്പോൾ ആകെ പ്രശ്നമായി. അതുകൊണ്ട് ഇനി അവൻ ഇൻഫോർമേറ്ററിൽ തന്നെ വിശ്രമിക്കട്ടെ. അവനെ റീയൂണിയൻ കഴിയുന്നത് വരെ പുറത്തു കൊണ്ടുവരുതെന്ന് പ്രിൻസിപ്പൽ പറയുന്നു. പക്ഷേ വേദാന്തിന് അതൊരു പണിഷ്മെന്റ് പോലെ തോന്നുമെന്ന് സുപ്രിയ പറയുന്നുണ്ട്. ഇതൊന്നും കേൾക്കാൻ പ്രിൻസിപ്പൽ തയ്യാറാകുന്നില്ല. ഞാൻ എല്ലാ അറേഞ്ച്മെന്റ്സും ചെയ്തുവെന്ന് പ്രിൻസിപ്പൽ പറയുന്നു. ഇനി സുപ്രിയയ്ക്ക് വേറെ വഴിയില്ല. ഈ സമയം അത്താഴത്തിനായി എല്ലാവരും കൂടിയിരിക്കുകയാണ്. അവിടെ നിന്ന് സുയാഷ് നാൻസിയെ വിളിച്ച് നോക്കുന്നുണ്ട്. പക്ഷെ അവൾ ഫോൺ എടുക്കുന്നില്ല. അവനാകെ സങ്കടവും ദേഷ്യവും എല്ലാം വരുന്നുണ്ട്. അവനും അവരുടെ കൂടെ വന്നിരിക്കുന്നു. ഈ സമയം അവിടെ ഇരുന്ന് അവരുടെ ഒരു ഫ്രണ്ട് അവനെ ഒന്ന് ചൊറിയുന്നുണ്ട്. നിന്നെ ആ TV സീരിയലിൽ നിന്ന് പുറത്താക്കി, ഇപ്പോൾ നിന്റെ ഗേൾഫ്രണ്ടും പോയിരിക്കുന്നു എന്നെല്ലാം അവൻ അവിടെ നിന്ന് പറയുന്നു. ഇത് കേട്ടപ്പോൾ സുയാഷിനും ദേഷ്യം വരുന്നുണ്ട്. ആരാ ഈ പറയുന്നതെന്ന് നോക്കിയേ, ആട്ടനുമില്ലാത്ത ഗായകൻ എന്ന് പറഞ്ഞ് അവനും തിരിച്ചൊന്ന് കുത്തുന്നുണ്ട്. ഇത് കാര്യങ്ങൾ വഷളാമെന്ന് കരുതി അവനെ തണുപ്പിക്കാൻ എല്ലാവരും ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ആ ഫ്രണ്ട് സുയാഷിനെ വിടാൻ ഒരുക്കമല്ല. അവൻ വീണ്ടും അവനെ ഇറിറ്റേറ്റ് ചെയ്യുന്നു. നീ ഇപ്പോൾ ഡിപ്രഷനിലാണെന്ന് ഞാൻ കേട്ടല്ലോ എന്ന് അവൻ പറയുന്നു. നീ ഏതോ സൈക്കാട്രിസ്റ്റിനെ കാണുന്നുണ്ടെന്നും ഞാൻ അറിഞ്ഞല്ലോ എന്നും അവൻ പറയുന്നു. ഇതെല്ലാം കേട്ട് ദേഷ്യം പിടിച്ച് സുയാഷ് അവനെ തല്ലാൻ പോകുന്നു. ആ ഫ്രണ്ടിനെ പണ്ട് സുയാഷും കൂട്ടരും ബുള്ളി ചെയ്തിട്ടുള്ളതാണ്. ആ ദേഷ്യത്തിലാണ് ഇവനിപ്പോൾ ഇവനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവൻ വീണ്ടും ദേഷ്യപ്പെടുത്താൻ വേണ്ടി തന്നെ ഓരോന്ന് പറയുന്നു. നീ പണ്ട് എന്നെ കുറെ ബുള്ളി ചെയ്തിരുന്നല്ലേ എന്ന് അവൻ പറയുന്നു. ഇതെല്ലാം കേട്ട് സുയാഷിന് തന്റെ നിയന്ത്രണം വിടുന്നുണ്ട്. എല്ലാവരും അവനെ പിടിച്ചു മാറ്റുന്നുണ്ട്. ഈ സമയം ദേവ് ഇതെല്ലാം നിർത്താൻ അവരോട് പറയുന്നു. മാളവിക അങ്ങോട്ട് വന്ന് ആ രംഗം ശാന്തമാക്കാനായി നോക്കുന്നുണ്ട്. അവൾ അവരോട് പറയുന്നു, നമുക്ക് ഈ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം പുറത്തു കിടക്കാനായി ഒരു കാര്യം ചെയ്താലോ എന്ന് അവൾ പറയുന്നു. നാളെ ഇവിടെയുള്ള ടീച്ചേഴ്സ് എല്ലാം കൂടെ നമുക്ക് വേണ്ടി ഒരു നാടകം തയ്യാറാക്കുന്നുണ്ട്. അതുപോലെ നമുക്കൊരു നാടകം തയ്യാറാക്കി അവർക്ക് തിരിച്ച് അവതരിപ്പിച്ചു കൊടുത്താലോ എന്ന് അവൾ ചോദിക്കുന്നു. പ്രധാന വേഷം സുയാഷ് ചെയ്യട്ടെ എന്നും അവൾ പറയുന്നു. അത് കേട്ടപ്പോ സുയാഷിന് ചെറുതായി സന്തോഷമാവുന്നുണ്ട്. ഈ സമയം സുപ്രിയ വേദാന്തുമായി അങ്ങോട്ടേക്ക് വരുന്നു. അവൾ അവന് ഭക്ഷണം കൊടുക്കാൻ വന്നതാണ്. ആദ്യം അത് കണ്ട് അങ്ങോട്ടേക്ക് ചെല്ലുന്നു. ആദ്യം സുപ്രിയ പഞ്ചാര ഇടിക്കുവാണെന്ന് പറഞ്ഞ് അവർ കളിയാക്കി ചിരിക്കുന്നുണ്ട്. ഇത് കണ്ട് മാളവികയും അങ്ങോട്ട് നോക്കുന്നുണ്ട്. അവൾക്ക് ചെറിയൊരു വിഷമം തോന്നുന്നുണ്ടെന്ന് തോന്നുന്നു. വേദാന്തൻ ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് ആദ്യം സുപ്രിയോട് ചോദിക്കുന്നു. അവനൊന്നും വിട്ടു പറയുന്നില്ല. അതുകൊണ്ട് തന്നെ അവന്റെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാവുന്നില്ലെന്നും അവൾ പറയുന്നു. ശരിക്കും കുട്ടികൾക്ക് പരീക്ഷകളെക്കാളും പാഠന്മാരെക്കാളും ഒക്കെ ഏറ്റവും പേടി മറ്റു കുട്ടികളെ ആയിരിക്കുമെന്ന് ആദ്യം പറയുന്നു.
ഹോസ്റ്റലിൽ രാത്രി ലൈറ്റ് അടഞ്ഞു കഴിഞ്ഞാൽ പലതും നടക്കുന്നുണ്ട്. അത് നമ്മളറിയാതെ പോകുന്നുണ്ട്. അതൊക്കെയായിരിക്കും വേദാന്തിന്റെ പ്രശ്നമെന്ന് ആദി പറയുന്നു. അവനെ ആരെങ്കിലും പുള്ളി ചെയ്യുന്നതായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് സുപ്രിയ ചോദിക്കുന്നു. സാധ്യതയുണ്ടെന്ന് ആദി പറയുന്നു. ഞാൻ അവനോട് ഒന്ന് സംസാരിച്ചു നോക്കട്ടെ എന്ന് ആദി ചോദിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കിക്കോളാൻ സുപ്രിയ പറയുന്നു. ആദി വേദാന്തിന്റെ അടുത്തേക്ക് ചെല്ലുന്നു. അവൻ ഭക്ഷണം കഴിക്കാതെ താഴെ നോക്കി ഇരിക്കുകയാണ്. ആദി അവനോട് സംസാരിക്കാൻ ആരംഭിക്കുന്നു. അവന്റെ മുമ്പിലേക്ക് ഗുലാബ് ജാമുൻ ആദ്യം നീക്കി വെക്കുന്നു. നിനക്കിത് ഇഷ്ടമല്ലേ എന്ന് അവൻ ചോദിക്കുന്നു. ഇഷ്ടമല്ലെന്ന് വേദാന്ത് പതുക്കെ തലയാട്ടി കാണിക്കുന്നു. നീ നിന്റെ പോക്കറ്റ് മണി വെച്ച് എന്താണ് ചെയ്യാറെന്ന് ആദ്യം ചോദിക്കുന്നു. ചോക്ലേറ്റ് ഫാക്ടറിയിൽ നിന്ന് ചോക്ലേറ്റ് വാങ്ങി വീട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന് അവൻ പറയുന്നു. അവിടുത്തെ ബർഗർ നല്ലതാണെന്നും ആദി പറയുന്നു. അവനുമായി ഒരു കോൺവെർസേഷൻ ആണ് ആദി ട്രൈ ചെയ്യുന്നത്. വേദാന്ത് അതിൽ റെസ്പോണ്ട് ചെയ്യുന്നുമുണ്ട്. അവിടെ സൂപ്പർ ഹീറോ മിഠായികൾ ഉണ്ടെന്ന് വേദാന്ത് പറയുന്നു. നിനക്ക് സൂപ്പർ ഹീറോസിനെ ഇഷ്ടമാണോ എന്ന് ആദി ചോദിക്കുന്നു. അവൻ അതേന്ന് തലയാട്ടുന്നു. അങ്ങനെയെങ്കിൽ നിനക്ക് ഷാഡോ ബോയിനെയും അറിയായിരിക്കുമല്ലോ എന്ന് ആദി ചോദിക്കുന്നു. അവൻ നിനാദിന്റെ ആ കോമിക് ബുക്കിലുള്ള ഷാഡോ ബോയിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. നിനാദുമായി വേദാന്തിന് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് അറിയുകയാണ് ആദിയുടെ ലക്ഷ്യം. പക്ഷേ ഷാഡോ ബോയ് തനിക്ക് അറിയില്ലെന്ന് അവൻ തലയാട്ടി കാണിക്കുന്നു. ഷാഡോ ബോയ് ഇവിടുത്തെ ഒരു വിദ്യാർത്ഥിയായിരുന്നു എന്ന് ആദ്യ പറയുന്നു. അവൻ ഇവിടുത്തെ രക്തദാഹികളായ ചെകുത്താന്മാരെയൊക്കെ ഭയങ്കര പേടിയായിരുന്നു. അവരവനെ തിന്നുകളയുമെന്ന് അവൻ പേടിച്ചിരുന്നു. അതുകൊണ്ട് അവൻ ഇരുട്ടിൽ ഒളിച്ചായിരുന്നു നിന്നിരുന്നത്, നിഴലുകളിൽ എന്ന് ആദ്യ പറയുന്നു. എന്നെ പോലെയാണല്ലേ എന്ന് വേദാന്ത് അവനോട് ചോദിക്കുന്നു. ഒരു ദിവസം അവനെ രക്ഷിക്കാൻ ഒരു ഫീനിക്സ് ബോയ് വന്നുവെന്ന് ആദ്യം അവനോട് പറയുന്നു. എന്നിട്ട് ഷാഡോ ബോയോട് പറഞ്ഞു, നീ ഇരുളിൽ നിന്ന് പുറത്തു വാ, നമുക്കൊരുമിച്ച് ഈ ചെകുത്തന്മാരെ ചെറുക്കാമെന്നും ആ ഫീനിക്സ് ബോയ് പറഞ്ഞു എന്ന് ആദ്യം പറയുന്നു. അവനാ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് ഇറങ്ങിയപ്പോഴാണ് അവന് സ്വയം ശക്തി ഉണ്ടായിരുന്നെന്ന് അവന് മനസ്സിലായത്. അവന് മനസ്സുകൊണ്ട് ആരെയും നിയന്ത്രിക്കാൻ കഴിയുമായിരുന്നു. അവനെ ശക്തി ഉപയോഗിച്ച് ആ ചെകുത്താന്മാരെ എല്ലാം ഒരു മുറിക്കുള്ളിലാക്കി പൂട്ടിയിട്ടു. അവർ വിശന്നപ്പോൾ പരസ്പരം കൊന്നു തിന്നാൻ തുടങ്ങി. അങ്ങനെ അവരെ എല്ലാം ഷാഡോ ബോയ് ഡിസ്ട്രോയ് ചെയ്തു. ഈ കഥയിൽ നിന്ന് എന്താണ് ഗുണപാഠമെന്ന് നിനക്കറിയോ എന്ന് ആദ്യം ചോദിക്കുന്നു. നീ ഒരു ഷാഡോ ബോയ് ആണെങ്കിൽ, നിന്നെ ഒരു ഫീനിക്സ് ബോയ് സഹായിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ നീ അത് സ്വീകരിക്കണമെന്ന് ആദി വേദാന്തിനോട് പറയുന്നു. താൻ വേദാന്തിനെ സഹായിക്കാമെന്നാണ് ആദി ഉദ്ദേശിക്കുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ നിനക്ക് നീ ശക്തികൾ ലഭിക്കുമെന്നും ആദി അവനോട് പറയുന്നു. ഇതെല്ലാം കേട്ട് വേദാന്ത് അവന്റെ കയ്യിലെ ആ പാടിൽ തടവുന്നു. അപ്പോൾ നിനക്കും തിരിച്ചടിക്കാം നിനാദെന്ന് ആദി പറയുന്നു. അവൻ നിനാദെന്നാണ് വേദാന്തിനെ വിളിച്ചത്. ഇത് കേട്ടതും വേദാന്ത് അവനെ നോക്കി പുഞ്ചിരിക്കുന്നു. സുപ്രിയ അതിശയത്തോടെ അവരെ നോക്കുന്നു. പക്ഷേ ആദ്യ പെട്ടെന്ന് നിനക്ക് തിരിച്ചു ഫൈറ്റ് ചെയ്യാൻ വേദാന്ത് എന്ന് അത് തിരുത്തി പറയുന്നു. വേദാന്തിൽ എന്തോ മാറ്റങ്ങൾ അവർക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവൻ ആ ഭക്ഷണം എടുത്ത് കഴിക്കാൻ തുടങ്ങുന്നു. സുപ്രിയക്ക് അത് കണ്ടപ്പോൾ സന്തോഷമായി. ഡിന്നറിന് ശേഷം സുപ്രിയ വേദാന്തിനെ ഉറക്കം കെടുത്തുന്നു. ആ സമയം അവൻ അറിയാതെ അമ്മ എന്ന് വിളിക്കുന്നു. പക്ഷെ തനിക്ക് തെറ്റ് പറ്റിയെന്ന് മനസ്സിലായി അവൻ ഉടനെ സോറിയും പറയുന്നുണ്ട്. എനിക്കും നിഴലുകളിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയുമോ എന്ന് അവൻ സുപ്രിയോട് ചോദിക്കുന്നു. നിന്നെ ചെകുത്തന്മാർ ആരെങ്കിലും ഉപദ്രവിക്കുന്നുണ്ടോ എന്ന് സുപ്രിയ ചോദിക്കുന്നു. നീ പറയുകയാണെങ്കിൽ ഞാൻ അവരെ തടയാമെന്നും സുപ്രിയ പറയുന്നു. പക്ഷേ അവനൊന്നും പറയാതെ അവളെ നോക്കി പുഞ്ചിരിച്ച് ഉറങ്ങുന്നു. ഈ സമയം ആദി ഉറങ്ങാൻ കിടക്കുകയാണ്. അവന്റെ മുറിയിലെ ലൈറ്റിന് പെട്ടെന്ന് എന്തോ സംഭവിക്കുന്നു. അത് അണഞ്ഞു പോകുന്നു. ഈ സമയം അവൻ വീണ്ടും ആ സ്വപ്നം കണ്ട് ഞെട്ടി ഉണരുന്നു. അവൻ ലൈറ്റ് ഓൺ ചെയ്ത് മുറിയിൽ എഴുന്നേറ്റ് നടക്കുന്നു. അവിടെ ആ ഷാഡോ ബോയ് എന്ന ആ കോമിക് ബുക്ക് അവിടെ ഇരിക്കുന്നുണ്ട്. അവൻ അതിന്റെ അടുത്തേക്ക് ചെല്ലുന്നു. അതെടുത്ത് അവൻ മറിച്ചു നോക്കുന്നു. അവനാകെ അസ്വസ്ഥനാവുന്നുണ്ട്. ഈ സമയം സുയാഷിനെ കാണിക്കുന്നു. അവൻ അവന്റെ ബെഡിൽ കിടക്കുകയാണ്. പെട്ടെന്ന് ആ ബെഡ് ആരോ ഉയർത്തി താഴ്ത്തുന്നു. അത് അവന്റെ ഫ്രണ്ട്സ് ആയിരിക്കും എന്ന് കരുതി അവൻ ഉറക്കത്തിൽ തന്നെ അത് നിർത്താൻ പറയുന്നു. എന്റെ പ്രാങ്ക് എന്നോട് തന്നെ എടുക്കില്ലേ എന്നും അവൻ അവരെ ശകാരിക്കുന്നു. പക്ഷേ വീണ്ടും ആ കട്ടിൽ ഇളകുന്നുണ്ട്. അവൻ അസ്വസ്ഥതയോടെ എഴുന്നേൽക്കുന്നു. ഒന്ന് നിർത്തുന്നു പറഞ്ഞ് അലറിയാണ് അവൻ എഴുന്നേറ്റത്. പക്ഷേ ചുറ്റും നോക്കിയപ്പോൾ ആരെയും കാണുന്നില്ല. അവൻ പേടിച്ചു പോകുന്നു. പിന്നെ ആരാണ് തന്റെ കട്ടിൽ ഇളക്കിയത്? അവൻ പേടിയോടെ ചുറ്റും നോക്കുന്നുണ്ട്. പെട്ടെന്ന് ആരോ ബെഡ്ഷീറ്റ് കൊണ്ട് അവനെ മറയ്ക്കുന്നു. എത്ര ശ്രമിച്ചിട്ടും അതിൽ നിന്നും പുറത്തു കിടക്കാൻ അവന് സാധിച്ചില്ല. പെട്ടെന്ന് അവനെ അവിടുന്ന് കാണാതാകുന്നു. ആ ബെഡിൽ അവനില്ല. അടുത്ത സീനിൽ സുപ്രിയ വേദാന്തിന്റെ കട്ടിലിന്റെ അടുത്ത് ഒരു ചെയറിൽ കിടന്ന് ഉറക്കുകയാണ്. പക്ഷേ വേദാന്തിനെയും ആ ബെഡിൽ കാണുന്നില്ല. ആ മുറിയുടെ ഡോർ തുറന്നു കിടക്കുന്നു. പെട്ടെന്ന് അങ്ങോട്ടേക്ക് വേദാന്ത് നടന്നു വരുന്നു. അവൻ സുപ്രിയയുടെ അടുത്തേക്ക് വരുന്നു. എന്നിട്ട് അവളെ വല്ലാത്തൊരു ഭാവത്തോടെ നോക്കുന്നു. സുപ്രിയ നല്ല ഉറക്കത്തിലാണ്. ഈ ഒരു സീൻ കാണിച്ചുകൊണ്ട് അതോടെയുടെ രണ്ടാമത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.